ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ഞാനാണേ മലയാലപ്പുഴ അമ്പലത്തിൽ പോവാം, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയേ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ദീപാരാധന തൊഴാനായിട്ട് പോവായിരുന്നു. അപ്പോൾ പിറന്നാളൊക്കെ അല്ലേ, ഇപ്പോൾ വൈകിട്ടത്തെ ദീപാരാധന തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. ആദിപരാശക്തിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൊല്ലൂർ മൂകാംബികയുടെ അത്രയും ചൈതന്യമുള്ള ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. അസുരനായ ദാരികനെ വധിച്ചതിന് ശേഷമുള്ള ഉഗ്രരൂപിയായ ദേവിയാണ് ഇവിടെയുള്ളത്. 5.5 അടി ഉയരമുള്ള പ്രധാന വിഗ്രഹം കടു ശർക്കര യോഗം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് കൊന്നമരത്തിൻ്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നതും എന്നും ഒരു വിശ്വാസമുണ്ട്. തോന്നിയരി പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കൂടാതെ മംഗല്യ തടസ്സം മാറാനും ഭക്തർ ഇവിടെ വഴിപാടുകൾ നടത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ പൂജകൾക്ക് ശേഷം പുറത്തെഴുന്നള്ളത്ത് നടത്തുമ്പോൾ ഇടത്തോട്ട് തിരിയുന്നത് കൊണ്ട് ഭഗവതി ഇടത്തട്ടിയിൽ ഭഗവതി എന്ന് അറിയപ്പെടുന്നു. പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് മലയാലപ്പുഴ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. അപ്പം ഞങ്ങളാണ് ഏകദേശം അമ്പലത്തിലേക്കൊക്കെ എത്താറായി വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ കോഴഞ്ചേരിയിൽ നിന്ന് മലയാലപ്പുഴയമ്മയുടെ അടുത്ത് പോകാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്ന് അവിടെ മലനടയുണ്ട്. മലനടയെ പ്രാർത്ഥിച്ചതിന് ശേഷം വഴിപാട് രസീതൊക്കെ എടുത്ത് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ പുറത്ത് പ്രദക്ഷിണമെല്ലാം വെച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് കയറി പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ദീപാരാധനയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ദീപാരാധനയൊക്കെ കണ്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ നമുക്കവിടെ ചെല്ലുമ്പോഴേ ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അകത്തെല്ലാം കയറി പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം കുറേ സമയം നമുക്ക് ദീപാരാധന കണ്ടിട്ട് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് കഴിയുമ്പോൾ അവിടെ മലയാലപ്പുഴ ഒരു അപ്പൂപ്പൻകാവുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ തൊഴുതതിന് ശേഷം അവിടെയും പോകാറുണ്ട്. അവിടെയും പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അതെനിക്കാണെങ്കിൽ ഈയിടയ്ക്കാണ് ഞാൻ എപ്പോഴും പിന്നെ മലയാലപ്പുഴ അമ്പലത്തിൽ പോകുമെങ്കിലും അപ്പൂപ്പൻകാവിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവുകളൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ശിവതേജസ്സിലെ ലിജിതയുടെ ഹസ്ബൻഡ് രാജീവ് ചേട്ടനാണ് എനിക്ക് ഇങ്ങനൊരു കാവിനെക്കുറിച്ച് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഞാനിപ്പം അമ്പലത്തിൽ പോയാൽ അവിടെയും പോകാറുണ്ട് കേട്ടോ. ഇവിടെ വഴിപാട് മഞ്ചാടി ഒക്കെ വഴിപാടുണ്ട്, നെയ്വിളക്കുണ്ട്, പിന്നെ കോഴിയെ തലക്കൊഴിഞ്ഞ് സമർപ്പിക്കുക. ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ അമ്പലങ്ങളിലെയും പോലെ അർച്ചനകളും പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിപ്പോൾ ദീപാരാധനയെല്ലാം കഴിഞ്ഞ് അപ്പൂപ്പൻകാവിലും പോയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. അപ്പം പോരുന്ന വഴി അന്നേരം ഇന്ന് പിറന്നാളായിക്കൊണ്ട് എന്താ വേണം കഴിക്കാനെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ കടയിൽ കയറി പൊറോട്ട കഴിച്ചു കേട്ടോ. പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരുവിധം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കടയിൽ കയറി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും ദോശയും ഉള്ളായിരുന്നു. അപ്പം നമ്മൾ പൊറോട്ട വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഇതാണെങ്കിൽ ചിക്കൻ തോരനാണ് കേട്ടോ. ചിക്കൻ്റെ തോരന് പിന്നെ ചിക്കൻ്റെ ഗ്രേവിയുമായിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നല്ലൊരു രസമായിരുന്നു യാത്ര കേട്ടോ. എനിക്ക് പിന്നെ യാത്ര ചെയ്യുമ്പം മഴയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അതും പ്രത്യേകിച്ച് ഓട്ടോയിലൊക്കെ പോകുമ്പോൾ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു സന്തോഷ നിമിഷം ഇങ്ങനെയായിരുന്നു. എൻ്റെ പിറന്നാളാഘോഷം ഇങ്ങനെയായിരുന്നു. എല്ലാവരോടും ബൈ.